അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പീനട്ട് ലഡു ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു ഉരുളി എടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് പീനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഗ്ലാസ് പീനട്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. അതിനുശേഷം നമ്മളിത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് റോസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ പച്ച മണവും അതുപോലെ തന്നെ പച്ച പീനട്ടായതുകൊണ്ട് അതിൻ്റെ ആ തൊലി കളയാൻ വേണ്ടിയിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യാൻ. അതിനുശേഷം അടുത്ത ഒരു ഉരുളി എടുക്കുക. അതിനകത്തേക്ക് 2 കപ്പ് എള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ള എള്ളോ കറുത്ത എള്ളോ യൂസ് ചെയ്യുക. നമ്മളിവിടെ വെള്ള എള്ളാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മുമ്പേ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയുടെ തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ റോസ്റ്റ് ചെയ്ത ആ എള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് ക്രഷായിട്ട് പൊടിച്ചെടുക്കുക. അതായത് ഫൈൻ പൗഡർ ആക്കാതെ ക്രഷായിട്ട് കടിക്കാൻ പാകത്തിനൊക്കെ പൊടിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ഉരുളി എടുത്ത് അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് തേങ്ങ എടുത്ത് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ് നമ്മുടെ ഏലക്കയുടെ പൊടി, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലേവറിന് വേണ്ടി ഞങ്ങൾ ചേർത്തതാണ്. അതിനുശേഷം 1 ഗ്ലാസ് ശർക്കര പാനി എടുക്കാം. ശർക്കര കുറച്ച് വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കല്ലും മണ്ണുമൊക്കെ പോവും. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുന്നേ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എള്ളിൻ്റെയും പീനട്ടിൻ്റെയും മിക്സാണ്. അത് നന്നായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അത് നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. അടി പിടിക്കാനൊന്നും പാടില്ല. ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തണുപ്പാറുന്നതിന് മുന്നേ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾക്ക് പീനട്ടും ഈ ഒരു സംഭവം ഡെയിലി കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലതാണ്. പിന്നെ ശേഷിക്കും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നല്ല ഒരു ഇതാണ് ഈ ഒരു സ്നാക്സ്, ഹെൽത്തി ആയിട്ടുള്ള പീനട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ.